യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, യേശുവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. സ്തോത്രം, 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 സ്തോത്രം. ബലവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങയുടെ പാദപീഠത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്ക് ദാനം തന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ, ജോലി ചെയ്തപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇന്ന് പകൽ സഭായോഗമായി കൂടി വന്ന് അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ പാദപീഠത്തിൽ സന്തോഷിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, കോമ്പൗണ്ടിനെ ദൈവം സൂക്ഷിക്കണമേ, ആലയത്തെ പരിപാലിക്കണമേ, കടന്നു വന്ന ജനത്തെ ആദരിക്കണമേ. ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ദൈവപാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, നിരൂപണങ്ങൾ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട്, നടപ്പ് കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും, കുറ്റങ്ങളെയും, പാപങ്ങളെയും കർത്താവ് ഇന്ന് പകൽ ക്ഷമിക്കേണ്ടതിന് ദൈവപാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്.
കർത്താവേ, അങ്ങ് ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ കൃപ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധിതരെ വിടുവിക്കണമേ. സകലപര പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന കർത്താവിൻ്റെ തിരുമുഖം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ പ്രകാശിക്കുവാൻ കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നവരെ എല്ലാവരെയും ദൈവം ആദരിക്കണമേ. വിടുതലോടെ സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കണമേ. വഴിയാത്രയിലുള്ളവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ സമയം ജോലിയിലായിരിക്കുന്നവർ, കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവസഭയിലെ എല്ലാവരെയും ഒരുപോലെ കുടുംബമായി തലമുറയായി എല്ലാവരെയും ഞങ്ങൾ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ദൈവകൃപ ഇന്ന് പകൽ അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ തിരുവചനം കേൾക്കുമ്പോൾ എല്ലാത്തിനും മധ്യേയും ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്ന് പകൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, ആരാധിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിൽ ഹല്ലേലൂയ തുറന്ന മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുവാൻ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് മുഖത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന് പരിഹാരം ദൈവം വരുത്തണം. ഞങ്ങളെല്ലാവരെയും ദൈവം നിറയ്ക്കണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പിന്നെയും അപേക്ഷിക്കും. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുവാൻ ഇന്ന് പകൽ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഉപവസിച്ചവരെയെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. ദൈവാസന്മാരെ സമർപ്പിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ന് പകൽ നമ്മൾ സഭായോഗമായി കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കൃപയെ അനുഭവിപ്പാൻ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്യാൻ പ്രിയ സഹോദരങ്ങളെ നിയോഗിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷികളായി നിൽക്കുവാൻ സർവ്വകൃപാലുവായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന വലിയ സാവകാശത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലവും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും ആസാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ പാടി നാം ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രികാലം നാം കിടന്നുറങ്ങുമ്പോൾ ഈ പ്രഭാതം കാണുവാൻ കഴിയുമോ ഇല്ലയോ നമ്മൾ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അതിൻ്റെ പിന്നിൽ നമ്മുടെ കഴിവോ ശ്രേഷ്ഠതകളോ ഒന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ കരുണയാണ്, എൻ്റെ കർത്താവിൻ്റെ ദയയാണ്, എൻ്റെ കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണ്. ബലമില്ലാതിരുന്ന സമയങ്ങളിൽ കർത്താവ് എനിക്ക് ബലമായി, നമുക്ക് കരുതലായി നമ്മോട് കൂടെയിരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അർഹിക്കാത്ത സ്ഥാനങ്ങളും മാനങ്ങളും നൽകി തന്ന് ദൈവം നമ്മെ ഇത്രത്തോളം മാനിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവ് നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവിക സാന്നിധ്യം, ഒരു ദൈവിക കൃപ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പ്രയാസങ്ങൾ കടന്നു വരട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി താഴ്ത്താൻ സാധിക്കുമോ? നമ്മുടെ സകല ചിന്തകളും ഇന്ന് പകൽക്കാലം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് അല്പസമയം നമ്മുടെ ഹോഡസനിലേക്ക് നമ്മൾ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. സുഖമില്ലായിരുന്ന സമയങ്ങളിൽ കർത്താവ് നമുക്ക് സുഖം തന്നു. ആരോഗ്യമില്ലായിരുന്ന സമയങ്ങളിൽ ദൈവം നമുക്ക് ആരോഗ്യം തന്നു. ഓരോ ദിവസവും വഴി നടത്തി നമ്മെ പരിപാലിച്ചു. അപ്പാ, ഒരുപാട് നന്ദിയുണ്ട് പിതാവേ, ഒരുപാട് നന്ദിയുണ്ടപ്പാ. യോഗ്യതയില്ലപ്പാ, ഒന്നും പറയുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല പിതാവേ. എങ്കിലും അപ്പം ഞങ്ങളെ നടത്തുന്ന ആ വഴികളെ ഓർത്ത്
നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ജീസസ്, ഹല്ലേലൂയ. ആവിയാനവരേ, നീ വരുമ്പോത് കുറവുകൾ മാറുമേ. നിറവാന ആവിയാനവരേ, നീർ വരുമ്പോത് കുറവുകൾ മാറുമേ. நீர் வந்தா சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, ബലനായി മാറുമേ, സുഖവീണം സുഖമായി മാറുമേ. ബലവീനം ബലനായി മാറുമേ, സുഖവീണം സുഖമായി മാറുമേ. നീർ വന്നാ சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ஆவியானவரே, நிறவே நீர் வாருமே, நிறவே நீர் வேண்டுமே, நிறவே நீர் போதுமே. ആവിയാനവരേ. ജീസസ്, ഹല്ലേലൂയ. ആവശ്യങ്ങളുടെ മധ്യേ നമ്മോട് കൂടെയിരുന്ന് നമുക്കായി വൻ കാര്യങ്ങളെ ചെയ്തു തരുന്ന ഒരു സർവശക്തൻ പകൽക്കാലവും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ.
ആ വിശ്വാസമുള്ള കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരുന്ന ഒരു സർവ്വശക്തൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് വേണ്ടി വലിയവൻ ചെയ്യാൻ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശയുടെ മധ്യത്തിലാണ് നാം ഇന്ന് പകൽക്കാലവും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നാം താമസിക്കുന്ന ഈ ഭൂമി ഏത് നിമിഷവും ഇളകുന്നതാണ്. ഇതെല്ലാം മായയാണ്, ഏത് നിമിഷം തകർന്നു പോകുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇളകാത്ത ഒരു രാജ്യത്തിനു വേണ്ടി നാം കാതോർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ആ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ ആ ഇളകാത്ത രാജ്യത്തിലേക്കൊന്ന് പ്രവേശിക്കുവാൻ തക്കവണ്ണം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവൻ നമ്മെ ഒന്ന് ഉയർത്തേണ്ടതിന്, കൃപാവരങ്ങളാൽ നമ്മളെ ഒന്ന് നയിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോടെ വന്ദനം എന്നുമൻ ഗാനമാ, നിന്നോടെ വന്ദനം എന്നുമൻ ഗാനമാ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കാൽവറി ദർശനം കാണുന്നെൻ മുൻപിലായി, കാൽവറി ദർശനം കാണുന്നെൻ മുൻപിലായി, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശനെ നിന്നോടെ കാരുണ്യം, പൊന്നു മഹേശനെ നിന്നോടെ കാരുണ്യം, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം, ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമാം, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരലോക തുല്യമൻ വിശ്വാസ സേവനം, പരലോക തുല്യമൻ വിശ്വാസ സേവനം. വന്ദനമേ യേശുരക്ഷകൻ, ആമേൻ ഹല്ലേലൂയ. വന്ദനമേ വന്ദനമേ
വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ, ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിന്നിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിന്നിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ, മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തിടുമ്പോ, ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തിടുമ്പോ, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ, മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ശക്തരായ രാജാക്കളാം സീഹോനുമോകും വന്നാ, ശങ്ക വേണ്ട ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. ശക്തരായ രാജാക്കളാം സീഹോനുമോകും വന്നാ, ശങ്ക വേണ്ട ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ, മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടതാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടതാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ, മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭൂമിയും പാണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായി.
തീയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നടകൊണ്ടതാൻ. ഓ, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നടകൊണ്ടതാൻ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിന്നും ഭീതിപ്പെടുത്തിടുമ്പോൾ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിന്നും ഭീതിപ്പെടുത്തിടുമ്പോൾ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം ദാനവർക്കെന്നുമേ.
യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. രാജാവേ, സ്തുതികൾക്ക് യോഗ്യനേ, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം, അങ്ങയുടെ കൃപകൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനായ സ്തോത്രം, അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇന്നുപോലെ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത സർവ്വ നന്മകൾക്കുമായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായി സ്തോത്രം. ഞങ്ങൾ നിത്യതയിലേക്ക് ഒരുക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ചു. അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. എൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ അങ്ങേ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്തുതിയും സ്തോത്രവും ആരാധനയും ദിവസത്തിലേക്ക് ഞങ്ങളെ വയ്ക്കുകയാണ്. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കുമായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. എൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ചിരുന്നു. ഞങ്ങളുടെ സ്തുതികളും ആരാധനയും സ്വീകരിക്കുന്നതിനായ സ്തോത്രം. എൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള ദൈവങ്ങളെല്ലാം കലങ്ങുകരുത് കർത്താവിനെ മുഹൂർത്തപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ അത് സ്ഥാനങ്ങളിലിരിക്കാമല്ലോ. താങ്ക് യു വർഷിപ്പ് ടീം ഫോർ ലീഡിങ് us to the wonderful time of worship. God bless you. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ വീണ്ടും കർത്താവിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കഴിവോ മിടുക്കോ ജ്ഞാനമോ അറിവോ ഒന്നുമല്ല. ഇറ്റ് വാസ് ഓൾ ഹിസ് ഗ്രേസ്. കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് എന്നോർത്ത് കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് സാധാരണ നമ്മളുടെ യൂത്ത് മീറ്റിംഗ് സഭായം നടക്കുന്ന അത്രയും ലെങ്ത് മീറ്റിംഗ് നടക്കുന്നില്ല. ഇന്ന് മുതൽ ഞായറാഴ്ചകളിലാണ് നമ്മളുടെ യൂത്ത് മീറ്റിംഗ് നടക്കുന്നത്. സോ ഇന്ന് ഞായറാഴ്ച യൂത്ത് മീറ്റിംഗ് നടക്കുന്ന ആദ്യത്തെ സൺഡേ ആയിരിക്കുന്നതിനാൽ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. ഇന്ന് സാക്ഷ്യത്തിന് സമയമുണ്ട്. എന്നാൽ ആർക്കും പാട്ടുപാടി എഴുന്നേറ്റ് സാക്ഷി പറയാനുള്ള അവസരമില്ല. പെട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ പറയുവാൻ, എന്തെങ്കിലും വിഷയങ്ങൾ പറയുവാനായിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള സാവകാശങ്ങൾ ഉണ്ട്. അതിനുവേണ്ടിയുള്ള സമയങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. എന്നാലും നമ്മൾ റെഡ്യൂസ്ഡ് അവേഴ്സിലായിരിക്കും ഇന്ന് കടന്നു പോകുന്നത്. ആ കാര്യത്തെ അറിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കാം. തുറന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് ഒരുക്കപ്പെടുമ്പോൾ നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കാം. യൂത്ത് കിഡ്സ് ചർച്ചിന് you can go for the kids church. ദൈവനെ ശുശ്രൂഷിക്കായിട്ട് പ്രേസ് അയച്ചാണ് ദൈവനെ ശുശ്രൂഷിക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങളുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് ദാനം തന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വിശേഷാൽ മറ്റ് ദൈവദാസന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസൻ, കുടുംബം, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദവാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചും തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ്
ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ആമേൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നൽകപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഇതിൽ നിന്ന് പ്രാപിക്കേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. എന്നാൽ തടസ്സമിട്ട് വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള നസറാനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന് മാത്രം അധികാരം മഹത്വം പൊന്നു പിതാവ് എടുക്കും. ഞങ്ങളെ ഒരുമിച്ച് ഉപയോഗിക്കും. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സംഭവം ദൈവമക്കളായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രമേ നയീം പട്ടണത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഈ ഗലീലയ്ക്ക് അടുത്ത് ഉള്ള ഒരു ചെറു പട്ടണമാണ് ഈ നയീം പട്ടണം. ഈ പട്ടണത്തിൽ നടന്ന ഒരൊറ്റ സംഭവമാണ് ഇന്ന് പകലിലും നമ്മൾ വായിച്ചു കേട്ടത്. ഈ പട്ടണത്തിൽ യേശുക്രിസ്തു വന്നതുകൊണ്ടാണ് ആ പട്ടണത്തിൻ്റെ പേര് പുറത്തു വരാൻ കാരണമായി തീർന്നത്. ഈ വായിച്ച വാക്യങ്ങളുടെ ഏറ്റവും അവസാനമായി നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. അത് 16-ാമത്തെ വാക്യത്തിൻ്റെ 17-ാമത്തെ വാക്യം. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. എല്ലായിടത്തും യേശുക്രിസ്തു ഈ പട്ടണത്തിൽ എത്തി എന്നുള്ള ഒരു വാർത്ത ആ നാട്ടിലും ചുറ്റുപാടുമുള്ള എല്ലാ നാട്ടിലും പരന്നു. അവിടെ വന്ന ഈ ശ്രുതി എന്തെന്ന് ചോദിച്ചാൽ, അവിടെയുള്ളവർ പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തകളാണ് യേശുക്രിസ്തു നയീം പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ജനം, നാടുകൾ മുഴുവൻ പറഞ്ഞു തുടങ്ങിയത്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചലനമുണ്ടാകുമെന്നുള്ള കാര്യം സത്യമാണ്. ഈ ഒരു കാലത്തും അറിയപ്പെടാതെ കിടന്ന ഈ നയീം പട്ടണം, വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും രേഖപ്പെടുത്താത്ത ഈ പട്ടണം, യേശുക്രിസ്തു കാലുകുത്തിയത് കൊണ്ട്, ആ പട്ടണത്തിലെത്തിയത് കൊണ്ട്, ആ പട്ടണത്തിൽ നടന്ന സംഭവം, ദൈവം തൻ്റെ ജനത്തിനെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ആ നാട്ടിലും ചുറ്റുപാടുള്ള നാട്ടിലും എല്ലാം പരന്നു. ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ല വർത്തമാനം മുഖാന്തരം അറിയാൻ ഇടയായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പേര് ഏതെങ്കിലും തരത്തിൽ ലോകത്തിൽ അറിയപ്പെടേണ്ട സ്ഥാനത്ത്, പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, നമ്മുടെ ഉള്ളിലേക്ക് യേശുക്രിസ്തു വന്നതാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായി തീർന്നത്. ഈ പട്ടണത്തിൽ യേശുക്രിസ്തു വന്നത് നല്ലൊരു വാർത്ത ആ ദേശം മുഴുവൻ പരക്കാൻ ഇടയായി. എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്കെല്ലാം നന്നായി അറിയാം. എങ്കിലും അതിൻ്റെ ആരംഭം മുതൽ താഴോട്ടൊന്ന് വായിക്കുകയാണ്. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. തലേന്ന് കർത്താവായ യേശുക്രിസ്തു ഒരു വാക്കുകൊണ്ട് ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കി. ഇതെല്ലാം ശിഷ്യന്മാരും കൂടി വന്ന ജനവും കണ്ടു. അതുകൊണ്ട് ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ വിട്ടുപോയില്ല. ആ നാട്ടിലുള്ള ജനങ്ങളും യേശുക്രിസ്തുവിനെ വിട്ടുമാറാതെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ വളരെ പുരുഷാരത്തോടുകൂടെ നയീം പട്ടണത്തിലേക്ക് യേശുക്രിസ്തുവുമായി കടന്നു വരുന്നു. ഒരു വലിയ ഘോഷയാത്ര കടന്നു വരിക. ആ ഘോഷയാത്രയ്ക്കകത്ത് പാട്ടും പ്രാർത്ഥനയും, അല്ലെങ്കിൽ ആരാധനയും സ്തുതിയും മഹത്വവും ഉയരുന്ന ജയത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഈ നയീം എന്ന പട്ടണത്തിലേക്ക് വരുന്നത്. അതിന് നായകനായി വരുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മുന്നിലും മറ്റുള്ളവരെല്ലാം ചുറ്റുപാടുമായി ഈ യാത്ര നയീം പട്ടണത്തിലേക്ക് വരുമ്പോൾ സന്തോഷത്തിൻ്റെ, ആരവത്തിൻ്റെ വലിയൊരു ഇരമ്പലോടുകൂടി ഒരു ഘോഷയാത്ര നയീം പട്ടണത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ നിലവിളിയോടും വിലാപത്തോടും അലമുറയോടും കൂടെ ഒരു ഘോഷയാത്ര നയീം പട്ടണത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം ആ ചരിത്രം. അങ്ങനെ വരുന്നതിനകത്ത് അവരുടെ നായകനായി വരുന്നത് ഒരു ശവമഞ്ചമാണ്. ശവമഞ്ചത്തിന് ചുറ്റും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, താഴോട്ട് വായിക്കുമ്പോൾ, വലിയൊരു പുരുഷാരം ആ കൂട്ടത്തിലുമുണ്ട്. ആ വലിയൊരു പുരുഷാരം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. വലിയൊരു പുരുഷാരം പുറത്തുനിന്ന് ജയഘോഷം മുഴക്കിക്കൊണ്ട് അകത്തേക്ക് വരുന്നു. അകത്തുനിന്ന് വരുന്നത് നിലവിളിയോടുകൂടെ വരുമ്പോൾ അവരുടെ നായകനായി പുറപ്പെട്ടു വരുന്നത് ഒരു ശവമഞ്ചമാണ്. അതിനു ചുറ്റും നിലവിളിയാണ് ഉയരുന്നത്, വിലാപമാണ് ഉയരുന്നത്. കണ്ണുനീരും പല്ലുകടിയും വിലാപത്തിൻ്റെയും ശബ്ദത്തോടെ അലമുറയിട്ട് ഒരു ഘോഷയാത്ര അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ, പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ പലപ്പോഴും വിലാപവും കണ്ണുനീരും നിലവിളിയും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നിട്ടുണ്ട്.
പലപ്പോഴും അലമുറയിട്ട് ജീവിതം നശിച്ചു പോകുമെന്നുള്ള തോന്നിയിട്ടുള്ള ഭയാനകമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇവ പക്ഷേ രക്ഷകനും നായകനുമായ ഒരുവൻ സന്തോഷത്തോടും ആരവത്തോടും കൂടെ ഈ പട്ടണവാതിക്കലെത്തുമ്പോൾ, യേശു ക്രിസ്തു ആ പട്ടണത്തിലേക്ക് കാലുകുത്തുമ്പോൾ, പട്ടണത്തിൻ്റെ കവാടത്തെങ്കിലെത്തുമ്പോൾ അവിടെ സംഭവിച്ച കാര്യമാണ് ഈ ചെറു പട്ടണത്തെ ലോകപ്രശസ്തമാക്കി തീർത്തത്. ഇന്ന് പകലിൽ യേശുവിനെ സ്വീകരിച്ച, യേശുവിൻ്റെ മക്കളായി തീർന്ന നമ്മൾ ഈ ദൈവവാദപ്പെടുത്തിയിരുന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഈ ദൈവവചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പരാജയത്തിൻ്റെയും അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന സ്ഥാനത്ത് യേശു ക്രിസ്തു എന്നോടും നമ്മളോരോരുത്തരോടും അടുത്തു വന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽ സന്തോഷത്തോടെ നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ കടന്നു വന്നതെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ പ്രാവശ്യം ഈ കർത്താവ് നയീം പട്ടണത്തിനടുത്തേക്ക് ഇറങ്ങി വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഇറങ്ങി വന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് വെച്ച് ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. എവിടെയെങ്കിലും ഹല്ലേലൂയ വേദനയുടെ, എവിടെയെങ്കിലും വിലാപത്തിൻ്റെ, ജീവൻ വെക്കുകയില്ല, ജീവനില്ല, ഇനിയൊരു രക്ഷയുമില്ലെന്ന് തോന്നുന്ന അനുഭവത്തിൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓർപ്പിക്കുന്നു, യേശു ക്രിസ്തു നടന്നെടുത്തുകൊണ്ടിരിക്കുക. ആ വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെ നമ്മളെ വിഷയത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കാണാം, പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. ഈ സംഭവം അവിടെ വന്ന് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു ചെയ്യുന്ന കാര്യമാണ് പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് 2-3 കാര്യങ്ങൾ ഈ ഖണ്ഡികയിൽ നിന്ന് ഓർപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നടന്ന സംഭവം പ്രധാനമായും 3 വിഷയങ്ങളാണ്. ഒന്ന്, ഈ ശവമഞ്ചം മുന്നിൽ വരുന്നുണ്ട്. പക്ഷേ കർത്താവ് ശ്രദ്ധിച്ചത് ആ ശവമഞ്ചമല്ല. അതിൻ്റെ പിന്നിൽ വാസ്തവമായി നഷ്ടബോധത്തോടെ, പരാജയഭീതിയോടെ, വളരെ വേദനയോടെ കരയുന്ന മാതാവിനെയാണ് കർത്താവ് കണ്ടത്. അവിടെ അലമുറയിടുന്നവർ അനേകരുണ്ട്. ഒരു ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ നമുക്കൊക്കെ അറിയാം, നാട്ടിൽ ശവമടക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അനേകർ കരയുന്നവരുണ്ടാകും, വിഷമിക്കുന്നവരുണ്ടാകും, വേദനിക്കുന്നവരുണ്ടാകും. അവരോട് ആ വ്യക്തി ചെയ്ത ഗുണങ്ങളും അവർക്ക് സഹായിച്ചതൊക്കെ ഓർത്ത് പലപ്പോഴും വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ആ വേദനയൊന്നും ആത്മാർത്ഥതയുള്ളൊരു വേദനയല്ല. നഷ്ടബോധത്തോടെ, പരാജയഭീതിയോടെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ 2 വ്യക്തിയോ ഏത് ശവമഞ്ചത്തിൻ്റെ പിന്നിലും വേദനയോടെ കരയുന്നുണ്ടാകും. ക്രിസ്തുവിൻ്റെ കണ്ണ് കൃത്യമായി അതിലുടക്കി. യേശുവിനെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. ഇന്നാരുടെ മകനാണത്, അതൊന്നും യേശു ക്രിസ്തുവിനെ ആരും പറഞ്ഞു കൊടുത്തതായോ അറിയിച്ചതായോ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അഖിലകടാകത്തെ സൃഷ്ടിച്ചവൻ, സകലതിനെയും ജീവിപ്പിക്കുന്നവൻ, ആരുടെയും വിലാപം അറിയുന്നവൻ, ആരുടെയും കണ്ണുനീർ തുടയ്ക്കുന്നവൻ, സാധുക്കളെ രക്ഷിക്കാൻ വന്നവൻ, പാപികളെ രക്ഷിക്കാൻ വന്നവൻ, തകർന്നു പോയവനെ ഉദ്ധരിക്കാൻ വന്നവൻ, സാക്ഷാൽ രക്ഷകനായ യേശു ക്രിസ്തു ആ പട്ടണത്തിലേക്ക് കാലുകുത്തുമ്പോൾ വാസ്തവമായി ആരാണോ നിലവിളിച്ചത്, ആരാണോ തകർന്നു കിടക്കുന്നത്, അവളോട് യേശു ക്രിസ്തു പറഞ്ഞു, നീ കരയേണ്ട. നിമിഷ നേരം കൊണ്ട് ആ സ്ത്രീയുടെ കണ്ണുനീർ സ്റ്റോപ്പായി. സ്തോത്രം. 1, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നാൽ, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ, യേശു ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവസരം കൊടുത്താൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി നിലവിളിക്കുന്ന, വാസ്തവമായി കരയുന്ന വിഷയത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. രക്ഷപ്പെട്ടിട്ടും നിലവിളിയോടും കണ്ണുനീരോടും പരാജയത്തോടും അലമുറയിടുന്ന ഒരു കൂട്ടമല്ല ദൈവത്തിൻ്റെ ജനം. കഷ്ടതയ്ക്ക് മധ്യേയും പ്രതികൂലത്തിന് മധ്യേയും പ്രതിസന്ധിക്ക് മധ്യേയും രക്ഷകനായി നായകനായി യേശു ക്രിസ്തു കൂടെയുള്ളപ്പോൾ ധൈര്യത്തോടും ബലത്തോടും ശക്തിയോടും ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും ദൈവമക്കൾ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടല്ലേ പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ ഓർത്ത് ഇന്ന് പകൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. സ്തോത്രം. അങ്ങനെ അനുഭവമുള്ളവർ കരങ്ങൾ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ആദ്യം ഈ ശവമഞ്ചമല്ല കർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്, ശവമഞ്ചത്തിൻ്റെ പിന്നിൽ വാസ്തവമായി നിലവിളിക്കുന്ന പ്രിയ മാതാവിനെ കർത്താവ് കണ്ടു. 2-3 കാരണങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സ്ത്രീ വിധവയായിരുന്നു. ഓൾറെഡി ജീവിതത്തിൽ വളരെ പ്രയാസവും പ്രതികൂലവും അനുഭവിക്കുന്ന പ്രിയ സഹോദരി. അവർക്കേകജാതന ഏക മകൻ, അവൻ മരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീയുടെ ഹൃദയം എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് തിരിഞ്ഞ് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുമെങ്കിൽ, ഇത്രത്തോളം കഠിനമുള്ള ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന മാതാവിനെ അവരോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന്, അവരുടെ ദുഃഖത്തിൽ വേദനയിൽ പങ്കുചേർന്ന് ആ പ്രത്യാശയോടെ, അല്ലെങ്കിൽ ആ ചുറ്റുപാട് നിൽക്കുന്ന ജനത്തിൻ്റെ മധ്യേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജനത്തിനു മധ്യേ കർത്താവ് പ്രത്യാശയുമായി പ്രതീക്ഷയുമായി ഇറങ്ങി വരികയാണ്. നമ്മൾ ആരെങ്കിലേക്കും മരിച്ചെന്നറിഞ്ഞാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ നമ്മളും അതിനിടയിൽ ഒരു അടിക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വാക്കിലോ പറയും, ഞാനും പ്രത്യാശ, ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും നമ്മുടെ പ്രത്യാശ അവരെ അറിയിക്കുകയും ചെയ്യുന്നു എന്നൊരു അടിക്കുറിപ്പോ, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുകയോ ചെയ്യും. അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു മനോദുഃഖമോ ചെറിയൊരു ഭാരമോ നമുക്കുണ്ടാകും. പക്ഷേ വാസ്തവമായി നഷ്ടപ്പെട്ടവർക്ക്, വാസ്തവമായി വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴങ്ങൾ അറിയൂ. ഒന്ന്, അവർക്കും പിന്നെ ലോകത്തിൽ അറിയാൻ കഴിയുന്ന ഒറ്റൊരുവൻ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനും മാത്രമാണ്. ചുറ്റുപാടും വലിയ പുരുഷാരമുണ്ടായാലും, എത്രത്തോളം വലിയ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാരുണ്ടായാലും, അവർക്കാർക്കും ആ ദുഃഖത്തിൽ പൂർണ്ണമായി പങ്കുചേരാൻ കഴിയില്ല. ആ വേദനയെ ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് ഈ സംഭവത്തിലൂടെ ഇന്ന് പകൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഏതെങ്കിലും ദുഃഖം നമ്മളിൽ നിഴലിട്ട് നിൽക്കുന്നെങ്കിൽ, നാളുകളായി ദിവസങ്ങളായി ഏതെങ്കിലും വിഷയത്തിൽ ഭാരം തോന്നി പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ ആ ദുഃഖത്തിന് നിർത്തൽ ചെയ്യുവാൻ, സ്റ്റോപ്പ് വരുത്തുവാൻ കർത്താവ് യേശു നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഈ വചനത്തിന് മധ്യേ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനു മധ്യേ ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ നോക്കുന്നു. നീറുന്ന വേദനകൾ, നഷ്ടത്തോടെ പരാജയഭീതിയോടെ വേദനിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ യേശുവിന് അസാധ്യമല്ല, സാധ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, ഒരിടത്തും രക്ഷയില്ലാത്ത വിഷയത്തിന് യേശുവിൻ്റെ പാദപീഠത്തിൽ രക്ഷ. ഒരിടത്തും തുടയ്ക്കാത്ത കണ്ണുനീർ യേശുവിൻ്റെ പാദപീഠത്തിൽ തുടയ്ക്കപ്പെടുന്നു. ഒരിടത്തും നിർത്താൻ കഴിയാത്ത കണ്ണുനീർ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. അടുത്തപ്പോൾ അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, ആ വാസ്തവമായി കരഞ്ഞ വേദനിച്ച പ്രിയ മാതാവിൻ്റെ കരച്ചിൽ ദൈവം നിർത്തി. രണ്ടാമത് ചെയ്യുന്ന കാര്യം നമുക്ക് തൊട്ട് താഴോട്ട് വായിക്കാൻ കഴിയും. മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. രണ്ടാമത്തെ പ്രവൃത്തി അവിടെ ഇതാണ് കാണുന്നത്. മഞ്ചത്തിൽ കർത്താവ് തൊടുന്നു, തൊട്ടപാട് ചുമന്നവർ നിന്നു. ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ഇതിനൊത്തൊരു ആത്മീയ മർമ്മമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ഭാഗം വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് കടന്നു പോകുന്നത്, ഈ സ്ത്രീക്ക് കരച്ചിൽ ദൈവം നിർത്തി, മരിച്ചവനെ ദൈവം ഉയർപ്പിച്ചു. ഇതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ ഇതിന് നടുക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. കർത്താവ് മഞ്ചം തൊട്ടപ്പോൾ സംഭവിച്ചത്, മരിച്ചവൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല ചെയ്ത്, ഉടനെ അവിടെ കണ്ട സംഭവം ചുമന്നവർ നിന്നു. സ്തോത്രം. ഇതിനകത്ത് ഈ മഞ്ചം ദൂരം മുതലേ ചുവന്നു കൊണ്ടുവരുന്ന ഒരു ടീം, അതെത്ര പേരെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ട്. ഈ ശവമഞ്ചം ചുമക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരുണ്ട്. ചിലപ്പോൾ ബന്ധുമിത്രാദികളായിരിക്കാം, അല്ലെങ്കിൽ ഇത് സാധാരണ സ്ഥിരമായി ചെയ്യുന്ന ചില വ്യക്തികൾ കാണും. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരുടേതല്ലാത്ത ഒരു ഭാരം, അവരുടേതല്ലാത്ത വിഷയം അവർ ചുമന്നുകൊണ്ട് പോകുന്നു. ഇത് ആ കബറടക്ക ശുശ്രൂഷ കഴിയുന്നവരെ ഒരു പക്ഷേ അവരാർക്കായിരിക്കും അതിൻ്റെ ദൗത്യം. അവരത് ചെയ്യും. അവർക്കതൊരു ചില തൊഴിലായവരുണ്ട്. അല്ല, ഇതെങ്ങനെയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഞാൻ ഓർപ്പിക്കുന്നു, എങ്ങനെയുള്ളവരായാലും ശവമഞ്ചം ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവർ നിന്നു. അവർക്കൊരു വിടുതൽ അവിടെ ലഭിക്കുകയാണ്. പിന്നെ അവർക്ക് ആ ശവം ചുമക്കേണ്ടി വന്നില്ല. ഇന്ന് പകൽ ഓർപ്പിക്കുന്ന ഒരു കാര്യം,
നമ്മൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ച് ദൈവമക്കളായിരിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ മുഖാന്തരമുള്ള, നമ്മൾ നിമിത്തമല്ലാത്ത, നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത പല വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന, പല വിഷയങ്ങൾ ചുമന്ന് സഹിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ചെറിയ ഒരു വിഷയം, വലിയ വിഷയങ്ങൾ, അങ്ങനെ പലതും മറ്റുള്ളവർ മുഖാന്തരം ഉണ്ടായിട്ടുള്ളത് ഭാരമായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് അതുമായി വഹിച്ച് നടക്കുന്ന നമ്മുടെ അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ഈ ദൈവവചനം ഇങ്ങനെ 2 ദിവസമായി ഇങ്ങനെ ധ്യാനിച്ച് ചെന്നപ്പോൾ ഇതിനകത്തുനിന്ന് പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഓർമ്മ വന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് നിന്ന് അല്പം പണം കടം വാങ്ങി. അപ്പോൾ പണം അദ്ദേഹം കടം വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു ചെക്ക് തരണം, എങ്കിൽ മാത്രം ഞാൻ പണം തരാം. ഞാൻ അദ്ദേഹത്തിന് ഒരു ചെക്ക് എഴുതി കൊടുത്ത് പണം വാങ്ങി. അദ്ദേഹം ആ ചെക്ക് വേറൊരാൾക്ക് വെച്ചിട്ട് അതിൻ്റെ 4 ഇരട്ടി പണം വാങ്ങി. ഇത് ഞാൻ അറിയുന്നില്ല. അതിനൊരു ഇൻട്രസ്റ്റും പറഞ്ഞിരുന്നു. ഞാൻ എല്ലാ മാസവും ആ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കും. ഇദ്ദേഹം അത് വാങ്ങും. ഞാനങ്ങനെ വിദേശത്തേക്ക് പോയി. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള സംഭവമാണ്. തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അതിനു മുമ്പ് ഞാൻ കോൺടാക്ട് ലെറ്റർ എഴുതി പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം ഞാൻ വീട്ടിലെത്തിച്ചത് കൊടുത്തിട്ട് പറഞ്ഞു, ആ ചെക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തിക്കണം. ഞാൻ തിരിച്ചു വന്നിട്ടും അദ്ദേഹം ചെക്ക് തന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വക്കീൽ നോട്ടീസ് വന്നു. അതിനകത്ത് ഞാൻ ഞെട്ടിപ്പോകുന്ന ഒരു എമൗണ്ട്, ഒരു വക്കീൽ നോട്ടീസാണ്. വേറൊരാൾ അയച്ചിരിക്കുന്നു, താങ്കളുടെ ചെക്ക് എൻ്റെ കൈവശമുണ്ട്, അതുകൊണ്ട് ഈ എമൗണ്ട് തന്ന് ഈ ചെക്ക് നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ വാസ്തവമായി ഇതിനകത്തൊരു തെറ്റുകാരനോ ഒന്നുമല്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ട്, എനിക്ക് ചെക്ക് അയച്ച അഡ്രസ്സ് വന്ന ആ വ്യക്തിയെ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് 30,000 രൂപ മറ്റേ ആൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് വാങ്ങിയത് വരെ 2,500 രൂപയാണ്. ആ എമൗണ്ട് തന്ന് നിങ്ങൾ ചെക്ക് പിൻവാങ്ങണം. ശ്രദ്ധിക്കുക, ഞാൻ വളരെ വേദന അനുഭവിക്കേണ്ട ഒരു അനുഭവം വന്നു. കണ്ണുനീരോടെ വളരെ ഭാരപ്പെടുന്ന അനുഭവം വന്നു. ഈ ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം വിഷയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചെക്ക് കൊടുത്തൊരു പൈസ വാങ്ങി എന്നുള്ളത് മാത്രം. അദ്ദേഹം അത് മറിച്ചു വെച്ച് വലിയൊരു എമൗണ്ട് അദ്ദേഹം വാങ്ങി. ചുരുക്കി പറയാം, ഈ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് അവതരിപ്പിച്ചപ്പോൾ, ഇതിനകത്ത് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പകുതി എമൗണ്ട് ഞാൻ കൊടുത്ത് ഞാൻ ആ ചെക്ക് തിരിച്ചു വാങ്ങാനിടയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ മുഖാന്തരമല്ലാത്ത, നമ്മൾ ചെയ്യാത്ത, നമ്മൾ പറയാത്ത, നമ്മൾ കേൾക്കാത്ത, നമ്മൾ വഹിക്കേണ്ടാത്ത പലവിധമായ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, നമ്മളറിയാതെ നമ്മൾ ചതിക്കപ്പെട്ടു പോകുന്നു. മറ്റുള്ളവരുടെ ജീവിതഭാരം പലപ്പോഴും നമ്മൾ തലയിൽ എടുത്തു വെക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രിയ ദൈവജനമേ, ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു നൈൻ പട്ടണത്തിലേക്ക് കയറി വന്നപ്പോൾ കാല് കുത്തുന്നതിന് മുമ്പ് ആദ്യത്തെ വിടുതൽ നടന്നത് ആ പ്രിയ സഹോദരിക്കാണ്. രണ്ടാമത്, മറ്റുള്ളവരുടെ ശവമഞ്ചവും ചുമന്നു വരുന്ന, ഭാരം ചുമന്നുകൊണ്ടുവരുന്ന ഈ പ്രിയപ്പെട്ടവർക്കൊരു വിടുതലാണ്. മഞ്ചത്തിൽ തൊട്ടപ്പോൾ അവർ നിന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. പിന്നെ അവർക്ക് ആ ശവമഞ്ചം ചുമക്കേണ്ടി വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തുന്നതാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ബാല്യക്കാരന് നേരെ തിരിഞ്ഞിട്ട്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രവൃത്തിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചവനെ കർത്താവ് ഉയർപ്പിച്ചു. സ്തോത്രം. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. നിർജീവമായ ഏതിനെയും ജീവിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നിർജീവം എന്ന് കരുതിയത്, ജീവൻ വെക്കില്ല എന്ന് കരുതിയത്, ഈ വിഷയത്തിൽ വിടുതലുണ്ടാകില്ല എന്ന് കരുതിയത്, ഇനി ഈ തലമുറയ്ക്കൊരു മാറ്റമുണ്ടാകില്ല എന്ന് കരുതിയത്, എൻ്റെ വിഷയത്തിൽ യാതൊരിക്കലും ഉദ്ധാരണം ഉണ്ടാകില്ല എന്ന് കരുതിയത്, ഒരു കാരണവശാലും വളരുകയില്ല എന്ന് കരുതിയത്, ഉന്നതനായ ദൈവം ജീവിപ്പിക്കുന്നു. ആ ചരിത്രമാണ് ഈ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത്
പലവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ടും വേദനിച്ചും പ്രയാസപ്പെട്ടും നമ്മൾ ഹല്ലേലൂയ ഈ നാളുകളിൽ ഈ ലോകത്തിലെ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അനവധി വിഷയങ്ങൾ കാണുമ്പോൾ അറിയാം പലതും ഗുണം പിടിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വൃഥാവാക്ക് പറയരുത്. ജീവിപ്പിക്കുവാൻ, ഗുണം പിടിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. സ്തോത്രം. ഇന്ന് പകൽ ദൈവവചനം ശ്രവിക്കുന്ന ദൈവവേദലേ, പലപ്പോഴും പലരും പലവിധമായ രോഗത്താലും ഭാരത്താലും ഭാരപ്പെടുന്നവരുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മാതാവ് എൻ്റെ ഓർമ്മയുള്ള കാലം ഒരു രോഗിയായി തീർന്ന മാതാവാണ്. ഒരു വശം തളർന്ന് കിടപ്പ് പോലെ വളരെ നാളുകൾ കിടന്ന ഒരു മാതാവാണ് എൻ്റെ അമ്മ. അത് എൻ്റെ ചെറുപ്പപ്രായം, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ കാണുന്നു. എൻ്റെ അമ്മ വളരെ എന്നെ കാണുമ്പോഴേ കരയും. ഞങ്ങൾ 4 മക്കൾ, അതിൽ മൂത്തവൻ ഞാനാണ്. ജീവിതത്തിൻ്റെ അനവധി ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ മൂത്തവൻ എന്ന നിലയിൽ എൻ്റെ ഇളയത് 3 പേര്, അവരുടെ എല്ലാം ആ പ്രയാസം കാണുന്നത് ഞാനാണ്. എൻ്റെ അമ്മ എപ്പോഴും ഒരേ കിടപ്പാ. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഒരു ഓടിട്ട വീടിൽ കിടന്നിട്ട് മരിച്ചാൽ ഞാൻ വളരെ സന്തോഷവതിയായിരിക്കും. നിങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത്, ഞങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത് അമ്മ പല വാക്കുകൾ പറഞ്ഞിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഹൃദയം ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. ഉറങ്ങാൻ കഴിയാത്ത അനവധി രാത്രികൾ ചെറുപ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കണ്ണുനീരിൻ്റെ നല്ല ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കണ്ണുനീര് കുടിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അതുപോലെ പല മേഖലകളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഉറപ്പോടും ധൈര്യത്തോടും എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ നയീൻ പട്ടണത്തിൽ കർത്താവ് ഇറങ്ങി വന്നതുപോലെ അനവധി മേഖലകളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ കണ്ണുനീർ കർത്താവ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ജീവൻ വെക്കില്ല എന്ന് വിചാരിച്ചതിന് ജീവൻ വെച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എൻ്റെ മാതാവ് ഇന്നും സുഖത്തോടെ ജീവിച്ചിരിക്കുന്നു. എൻ്റെ അമ്മയിൽ നടന്ന വിടുതലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കാൻ പോകുന്നവന്, ഞാനത് ആ പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചിലർ പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന്. മരിക്കാൻ പോകുന്നവന്, നമ്മൾ പറയും മുങ്ങിച്ചകാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് ആശ്വാസപ്രദം എന്നൊരു പദം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് ഉപയോഗിച്ചു പോകും. എനിക്ക് ആ ഒരവസരത്തിൽ ലഭിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ മാതാവ് സൗഖ്യമായി. ഞങ്ങളുടെ കുടുംബത്തിൽ ആ ദേശം മുഴുവൻ അതറിഞ്ഞു. ഇന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് പറയുക, എൻ്റെ ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തു വന്നതാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ, മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെല്ലാം രക്ഷയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നത്. സ്തോത്രം. ദൈവം അങ്ങനെയാണ് എന്നെ പിടിച്ചത്. എൻ്റെ ഇടവും വലവും മുമ്പും പുറകും അടച്ചു. മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ മരുഭൂമി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. നെടുമ്പാട് വീണ് കരയുകയല്ലാതെ മറ്റൊരു മാർഗമില്ല, അല്ലെങ്കിൽ മരണം നിശ്ചയം. പക്ഷേ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, കണ്ണുനീരെവിടെ വീഴുന്നു, വാസ്തവമായി എവിടെ തകരുന്നുവോ, വാസ്തവമായി എവിടെ നിന്ന് നിലവിളി ഉയരുന്നുവോ, അവിടെ കർത്താവിൻ്റെ കാൽപാദം അടുത്തു വരും. അങ്ങനെയാണ് ആ നിലവിളിക്ക് മധ്യേ യേശു ക്രിസ്തുവിൻ്റെ പാദം പട്ടണവാതിൽക്കൽ, നയീം പട്ടണത്തിൻ്റെ വാതിൽക്കലേക്ക് അടുത്തു വന്നത്. വാസ്തവമായി കരയുന്ന ഒരു മാതാവ്, വിധവയായ ഒരു മാതാവ്, ഏകജാതനായ മകൻ മരിച്ചുപോയി. കർത്താവ് ആ പട്ടണത്തിലേക്ക് വന്നു. അവിടെ നടന്ന സംഭവം, ആദ്യം മഞ്ചത്തെ ജീവിപ്പിക്കൽ യേശു ചെയ്തത് സഹോദരിയുടെ കണ്ണുനീർ സ്റ്റോപ്പ് ചെയ്തു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദാനിയേലിന് ദൈവസാന്നിധ്യം ആവശ്യമായിരുന്നു. സിംഹക്കുഴിയിൽ കർത്താവ് ഇറങ്ങി. എബ്രായ ബാലന്മാർക്ക് ദൈവസാന്നിധ്യം ആവശ്യമായിരുന്നു. തീച്ചുളയ്ക്കകത്ത് കർത്താവ് അവിടെ ഇറങ്ങി. ജോസഫിന് പൊട്ടക്കണക്കിൽ ദൈവസാന്നിധ്യം ആവശ്യമായിരുന്നു. ദൈവം അവിടെ ഇറങ്ങി. ഇന്ന് പകൽ നമ്മുടെ കണ്ണുനീരിന് മധ്യയും ദൈവം ഇറങ്ങും. കൃത്യമായി ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വേദന ഏത് ഭാഗത്ത് എവിടെ എന്ന് നമുക്കും വളരെ കൃത്യമായി അറിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനും മാത്രമാണ്. നമ്മുടെ ചുറ്റും എത്ര വലിയ പുരുഷാരമുണ്ടെങ്കിലും ആ വേദനകളിൽ ദുഃഖിക്കുന്നവരും നമുക്ക് ആശ്വാസ വാക്കുകൾ പറയുന്നവരും എത്രത്തോളം ചുറ്റുമുണ്ടെങ്കിലും അതിന് മധ്യേ കൃത്യമായ ഉത്തരം തരുവാൻ, കൃത്യമായ മറുപടി തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പിതാവായ ദൈവം ഭൂമിയിൽ വിലപിക്കുന്ന, ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന, ഭൂമിയിൽ തകരുന്ന, ഭൂമിയിൽ പരാജയപ്പെടുന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച്
മനുഷ്യരുടെ ഇടയിൽ പാർപ്പിച്ചു. വ്യക്തമായി നിലവിളിക്കുന്നവരുടെ അടുക്കലേക്ക് യേശു ക്രിസ്തു അടുത്തു ചെന്നു. യെരിഹോവിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു നിലവിളി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവ് നിന്നു, തിരിഞ്ഞു, അവനെ വിടുതൽ ദൈവം നൽകി. അങ്ങനെ അനവധി ചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും ഉറപ്പോടെ പറയാം, കർത്താവായ യേശു ക്രിസ്തു കണ്ണുനീർ നിർത്തും. സ്തോത്രം. നിർജീവമായി കിടക്കുന്ന ശവമഞ്ചത്തെ തൊട്ടപ്പോൾ ചുമന്നു കൊണ്ടുപോകുന്നവർക്ക് വിടുതലായി. അവർ ആശ്വാസം പ്രാപിച്ചു. പിന്നെ ആ ശവമഞ്ചം അവർ ചുമന്നില്ല. 3, അവർ യേശു ക്രിസ്തു ബാല്യക്കാരനെ വിളിച്ചു, അവൻ എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. സ്തോത്രം. ഈ പ്രധാന വിഷയമാണ് ഈ പട്ടണത്തെ പ്രസിദ്ധമാക്കിയത്. ഈ നയീം പട്ടണത്തെ ദേശത്ത് ഉയർത്തിയത് ഇന്നും വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളുണ്ട്. പലരും രാത്രിയിലും പകലെന്നില്ലാതെ അവസരം കിട്ടുമ്പോഴൊക്കെ ഉണർന്ന് പലരും പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ഉറപ്പാണ്, ഇതിനെല്ലാം ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. പ്രാർത്ഥനകൾ തള്ളിക്കളയാത്ത ഒരു ദൈവം നിങ്ങളുടെ നല്ല സമയത്ത്, കിടന്നുറങ്ങേണ്ട സമയത്ത്, നല്ല സമയത്ത്, മറ്റെന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത്, മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ട സമയത്ത്, സമയങ്ങളെ വേർതിരിച്ച് വ്യക്തതയോടും കൃത്യതയോടും ആവശ്യബോധത്തോടും കൂടെ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ കരം അടുത്ത് വരും. നമ്മുടെ കണ്ണാൽ കാണും, അത് നമ്മൾ അനുഭവിക്കും. അത് നമ്മുടെ അവകാശമാണ്, ദൈവം തന്ന കാര്യമാണ്. ഇന്ന് പകൽ നിങ്ങൾ ഹല്ലേലൂയ ദൈവപാദപീഠത്തിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ നോക്കി പറയുന്നൊരു കാര്യം, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. സ്തോത്രം ചെയ്യുന്നു. ഈ മാതാവിൻ്റെ നിലവിളിക്ക് മറുപടി കിട്ടി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ എത്ര നാളായി എൻ്റെ ഒരു വിഷയം ദൈവവാദപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നതിന് വിടുതലുള്ളൊരു ദിവസമാണെന്ന് വിശ്വസിക്കാമോ? നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണല്ലോ കർത്താവേ, എന്നാൽ ഇന്ന് വരെ എനിക്ക് അതിന് മറുപടി ലഭിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ആ വിഷയത്തിൽ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിട്ടു, അത് സമയത്ത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് കർത്താവ് ആ വിഷയങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഈ തിരുവചനം മുമ്പാകെ നമ്മളെ ആ വിഷയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കരഞ്ഞിട്ട് നിർത്തി വെച്ചതും, ഇനി ഈ വിഷയത്തിൽ ജീവൻ വെക്കില്ല, ചലനമുണ്ടാകുകയില്ല എന്ന് വിചാരിച്ചതുമായ വിഷയം ദൈവമുമ്പാകെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് ഉണർത്തിയെടുത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരാം. ആ വിഷയത്തിൽ ഇന്ന് പകൽ കർത്താവ് ചലിക്കും. കർത്താവ് ഇടപെടും. കർത്താവ് ഇടപെട്ടാൽ ആ വിഷയം നിൻ്റെ നാട്ടിലും നിൻ്റെ വീട്ടിലും നമ്മുടെ എല്ലാം ദേശത്തും സഭയിലും അത് പ്രസിദ്ധമായി വരും. യേശു ക്രിസ്തു കാലുകുത്തിയ നയീം പട്ടണത്തിലെ എത്തിയ ശ്രുതി, ഇതാ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന വാർത്ത ആ ദേശത്തും ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ച ദൈവവൈതലേ, നീ രഹസ്യത്തിലിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിന്റെ നാട്ടിൽ അറിയും, നാട്ടിലത് വെളിപ്പെടുത്തും. അതാണ് നമ്മുടെ ദൈവം. അങ്ങനെ വെളിപ്പെടുത്തി നിന്റെ നാട്ടിൽ മാത്രമല്ല ചുറ്റുമുള്ള നാട്ടിലും നീ ഒരു ദൈവ പൈതലാണെന്ന് അറിയും. സ്തോത്രം. അതിനുള്ളത് ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. ഈ പട്ടണത്തെ പ്രസിദ്ധമാക്കിയെങ്കിൽ, ഈ മാതാവിനെ പ്രസിദ്ധമാക്കിയെങ്കിൽ, ആ ശവമഞ്ചത്തെ പ്രസിദ്ധമാക്കിയെങ്കിൽ, അവിടെ ശവമഞ്ചം ചുമന്നവരെ പ്രസിദ്ധമാക്കിയെങ്കിൽ, ഇന്ന് പകലിൽ അന്ന് വീര്യപ്രവൃത്തി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യേ ഇറങ്ങി നിൽപ്പുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങൾക്ക് ആൻഡ്രിമിൽ കണക്റ്റ് ഗ്രൂപ്പ് പ്രെയർ ഉണ്ടായിരുന്നു. അപ്പോൾ തോമസ് അച്ചായ 150 സങ്കീർത്തനം വായിച്ചു.
അതിൽ നിന്ന് 2 ചെറിയ പ്രബോധനം പറഞ്ഞു. അതിനുശേഷം അതിനുള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ വചനവുമായി ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാര്യം. ഈ 150 സങ്കീർത്തനത്തിനകത്തും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ അനവധി രേഖപ്പെടുത്തിയിട്ടുണ്ട്, 149-ലും. എന്നാൽ 150-ാമത്തെ സങ്കീർത്തനത്തിൽ വന്നപ്പോൾ 2 കാര്യം എടുത്തു പറഞ്ഞിട്ട് ഈ സങ്കീർത്തകൻ പറയുകയാണ്, ഇതിനെല്ലാം നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പീൻ. പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവം ചെയ്ത സകല വീര്യപ്രവൃത്തികളും നിമിത്തം നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പീൻ. നമ്മളോടും ഇന്ന് പകൽ ദൈവം ഇടപെടുന്നതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വീര്യപ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പീൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വീര്യപ്രവൃത്തികളും നമ്മൾ എണ്ണാൻ നോക്കിയാൽ, എഴുതാൻ നോക്കിയാൽ, നമ്മളെ രേഖപ്പെടുത്താൻ നോക്കിയാൽ നമുക്കൊരിക്കലും രേഖപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വലിയ വലിയ ചില മിറക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ അന്ന് ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് തുരുതുരാ വന്നുകൊണ്ടിരുന്നു. അന്ന് ഏകനായിരിക്കുമ്പോൾ, വളരെ കഷ്ടതയിലായിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം വളരെ അടുത്താണ്. കരഞ്ഞെടുത്തും നിലവിളിച്ചെടുത്തും ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ ദൈവപ്രവൃത്തികൾ ഞാനൊരു പഴയ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മബലവും ശക്തിയും ധൈര്യവും വിശ്വാസവും വർദ്ധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ ചെയ്താൽ പിന്നീട് അത് വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമായി തോന്നും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നതാണോ എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഓർപ്പിക്കുന്ന ആ മാതാവിന് ദൈവം കണ്ണുനീരിൽ നിന്ന് വിട നൽകി. പിന്നെ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്, ഈ മകനെ കർത്താവ് എന്ത് ചെയ്തു? ഈ മാതാവിന് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. കർത്താവ് ആ ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പട്ടണ വാതിൽക്കൽ വെച്ച് നടന്ന ഈ സംഭവം ഇന്ന് പകലിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവെ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നിർജീവമായതിനെ ജീവിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. കണ്ണുനീരിനെ, ആ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമന്ന്, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുടെ മേൽ, അറിയാത്ത വിഷയങ്ങളുടെ മേൽ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. എവിടെ നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ കർത്താവിന് കഴിയും. ഇന്ന് പോലെ നമ്മളെ കണ്ണുകളെ ദൈവപാദപീഠത്തിൽ അടയ്ക്കാം. അവൻ ചെയ്ത വീര്യപ്രവൃത്തികളെ നമുക്കോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ്റെ മഹിമയുടെ ആധിക്യത്തെ ഓർത്ത് നമുക്ക് ദൈവസന്നിധാനത്തിൽ സ്തോത്രം ചെയ്യാം. കർത്താവേ, എന്നോട് കൃപ കാണിക്കണമേ. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. യേശുവേ, എന്നെ സഹായിക്കണമേ. ഇന്ന് പകൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹത്താൽ ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ വിഷയം നന്നായി അറിയുന്ന ദൈവം, ഇനി രക്ഷയില്ല, ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുകയില്ല എന്ന് നിർജീവമായി തോന്നുന്ന വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞും അറിയാതെയും ഞാൻ ചുമക്കുന്ന പല ഭാരങ്ങൾ, ചുമടുകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ 3 കൂട്ടർക്കും വിടുതൽ കൊടുത്തെങ്കിൽ, നിർജീവമായതിനെ ജീവിപ്പിച്ചെങ്കിൽ, കരഞ്ഞ മാതാവിന് വിടുതൽ ദൈവം നൽകിയെങ്കിൽ, മറ്റുള്ളവരുടെ ഭാരം ചുമന്നു വന്ന ആ മഞ്ചം ചുമക്കുന്നവരെ ദൈവം ആ പ്രവൃത്തിയിൽ നിന്ന് നിർത്തിയെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്യും. ഈ ദൈവസഭയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളോട് കനിയണമേ. നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ലിസ്റ്റ് ദൈവസഭയ്ക്കുണ്ട്. ആ ലിസ്റ്റ് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ മേൽ ഇന്ന് പകൽ ദൈവം കരം വയ്ക്കണം. ദൈവം കരം വയ്ക്കണം. ഈ വാർത്ത അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധമാകണം. യേശുവിന് അസാധ്യമായി ഒന്നുമില്ലെന്നും, ലോകരക്ഷിതാവാണ് യേശു ക്രിസ്തുവെന്നും, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെന്നും, പാപികളെ രക്ഷിക്കുന്നവനെന്നും ലോകമറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യണം. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യം ചെയ്തു എന്ന് വിശ്വാസമുള്ളവർ കരങ്ങളോർത്ത് സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ മറുപടി തന്നെന്ന് ഉറപ്പുള്ളവർ കരങ്ങളോർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം അത് ചെയ്തിരിക്കുന്നു. വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാം, നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഇന്ന് ദൈവാസം പറഞ്ഞ പോലെ നമ്മുടെ സമയങ്ങൾ നമ്മൾ വെട്ടി കുറച്ചിരിക്കുകയാണ്. തുടർന്ന്